ഹലോ ഗൈസ്, ഇതാണ് ഞങ്ങളെ ACC കുടുംബം എന്ന് പറയുന്നത്. അലനല്ലൂർ ക്രിക്കറ്റ് ഫാമിലി കുടുംബം. അഥവാ ഞങ്ങൾ ലീഗ് മാച്ച് ജയിച്ചതിൻ്റെ ആഘോഷം വരുന്നായിരുന്നു. ഏത് പരിപാടിക്കും കാണാനോ ഒരു ചർച്ച കാര്യങ്ങൾ. അപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും വന്നിരുന്നു. ഈ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇതേപോലെ ഒന്നല്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞൊക്കെ മനസ്സിലാവും ഇവരൊക്കെ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ. ജസ്റ്റ് ആൻഡ് വാച്ച്. മൊബൈലും പിടിച്ച് നിൽക്കുന്ന ആളെന്ന് സൂക്ഷിക്കണം പ്രത്യേകിച്ച്. അങ്ങനെ എല്ലാവരും എന്ത് ചെയ്തു, പ്രസംഗവും അതേപോലെ തന്നെ കാര്യാവതരണങ്ങളും ഞങ്ങൾ സമ്മാനദാനങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഇഫ്താർ മീറ്റിലേക്ക് കടന്നു. ഇഫ്താർ മീറ്റാണ്, പക്ഷേ ഓരോന്നും വായിക്കും പോകുന്നുണ്ട്. ഒന്ന് തന്നെ നോക്കിക്കാം. ഈ വിളമ്പലിന് നേതൃത്വം നൽകിയത് വേറെ ആരുമില്ല, നമ്മളെ ഷാബുക്കയും സെക്കീർപ്പയാണ്. സെക്കീർക്ക. അങ്ങനെ എല്ലാം ഞങ്ങളും കൂടി കൂടിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് പരിപാടി തുടങ്ങി. അപ്പൊ നമുക്കത് തുടങ്ങിയാലോ? ഞാനാണ് അഖില കേരള അടിസ്ഥാനത്തിൽ ഭക്ഷണ സാധനങ്ങൾ ടേസ്റ്റ് നോക്കി കണ്ടുപിടിക്കുന്ന ഏക ഫുഡ് ഇൻസ്പെക്ടർ. ഇതാണ് നമ്മുടെ ഡാൻസ് മാസ്റ്റർ കിങ് കോഹ്ലി. നമ്മൾ ഈ കുടുംബത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2K കിഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ 90s കിഡ്സ് ഉണ്ട്. ഞങ്ങൾ ഈ കുടുംബം ക്രിക്കറ്റ് കളിച്ചുണ്ടാക്കിയ കുടുംബമാണ്, അഥവാ ക്രിക്കറ്റ് കളി കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ കുടുംബമാണ്. അപ്പോൾ ഇത് അത്രയും നല്ലൊരു ബോണ്ടുള്ളൊരു കുടുംബം കൂടിയാണ്. അത് മാത്രമല്ല, ഞങ്ങൾ ലഹരി എന്ന് പറയുന്ന ക്രിക്കറ്റാണ്. അത് മാത്രമല്ല കേട്ടോ, എന്ത് ഹെൽപ്പിനും കൂടെ നിൽക്കുന്ന ചങ്കോളാണ് ഇത് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പ്രായമൊന്നും ഇവിടെ പ്രശ്നമല്ല, പക്ഷേ എല്ലാവരും ഒറ്റക്കെട്ട്, ഒരേ മൈൻഡ്. അതൊക്കെ പോട്ടെ, ഇപ്പോഴത്തെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇഫ്താർ മൈൻഡാണ്, ഫുഡ് മൈൻഡ്. അപ്പോൾ തുടങ്ങിയാൽ നമുക്ക് ഫുഡിലേക്കാണ് കടന്നാലോ? ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി. ഇതങ്ങനെ കുറെ ആൾക്കാര് നീലത്താർപ്പയും കസേരയും കാണുമ്പോ കുറ്റിയും പറിച്ചു പോന്നോളൂ. ഇഡ്ഡലിയും സാമ്പാറും കേട്ടാ ഇപ്പൊ ലഘുഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ ഇനി എന്ത് ചെയ്തു, ഇനി അടുത്ത ഫുഡിലേക്ക് കിടക്കാന്ന് വെച്ചു. തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ തുടങ്ങിയാലോ? അപ്പോൾ എല്ലാവരും ചോദിക്കും ഞാൻ എവിടെയെന്നല്ല, ഞാൻ ഫുൾ സെറ്റിങ്, ഞാൻ ഫുൾ കൺട്രോളിങ് ആയിരുന്നു. നമ്മുടെ കുടുംബത്തിലൊരു പരിപാടി ആകുമ്പോൾ ആളിനാളായിട്ട് നിൽക്കണം എന്നല്ലേ. അപ്പോൾ അങ്ങനെ ഓട്ടി ചാടി നടക്കായിരുന്നു. ഞാനും ഷാബക്കയും അതേപോലെ തന്നെ നമ്മളെ പിള്ളേരും ഓടി നടക്കായിരുന്നു. നമ്മൾ ക്രിക്കറ്റിനെ ഒഴിവാക്കാൻ പറ്റില്ല എന്നിട്ട് മാരിമുത്തോടെ ക്യാച്ച് പിടിച്ച് ഓരോ ഡപ്പികൾ അല്ലെ കുപ്പികൾ അവിടെയും വേണ്ടി വെക്കായിരുന്നു. എന്തായാലേ ഇതൊക്കെയാണ് നമ്മൾ ക്രിക്കറ്റിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. ക്യാച്ച് പിടിച്ച ശീലമുള്ളതുകൊണ്ട് മാരിമുത്തനും ഷിജുവേട്ടനും വലിയ സീനില്ല. അവിടെ ഇവിടെയൊക്കെ കുറേ പേര് സംസാരിച്ചിരിക്കണോ. വിഷയം എന്താ? ഫുള്ള് ക്രിക്കറ്റ് വിട്ടുള്ള ഒരു പരിപാടിയില്ല. ഏറ്റവും പ്രായം കുറവ് അവിടെയാണ്. പിന്നെ അങ്ങനെ കുറച്ച് വർത്താനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരുത്തൻ കുറച്ച് വളമ്പും കുറച്ചു നേരം വർത്താനം പറയും, പിന്നെയും കുറച്ച് പോയി പറഞ്ഞു. നമ്മൾ കാറ്ററിങ്ങിനൊക്കെ പോകുമ്പോൾ കള്ളപ്പണി എടുക്കൂലേ, ആ പരിപാടിയാണ് നമ്മൾ അല്ലേ അനൂപിന്റെ ഒരു കാര്യം. തലേ ദിവസം ഈ ന്യൂസ് ചാനലുകളിൽ നിറഞ്ഞു നിന്ന നമ്മളെ ഗദ്ദാഫി. ഞാൻ പ്രകാശനിലെ നമ്മളെ ഫഹദ്, മുനീർക്ക. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? ഭക്ഷണ കാര്യത്തിൽ ഒരു മെജീഷ്യൻ ആണല്ലേ. തീറ്റിക്ക് അങ്ങനെ നേരവും കാലവും വല്ല ഉണ്ടാ? ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു കുറവേ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മളെ ACCയുടെ കുടുംബം. ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം ഉണ്ടായിരിക്കും, എന്നാലും ഒറ്റക്കെട്ടാണ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക, ഓരോ നിമിഷങ്ങളും ഹാപ്പിനെസ്സോട് കൂടി ഇരിക്കുക.